സ്മാർട്ട് അക്കാദമിയുടെ GK ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ രാഷ്ട്രപതിമാരെ കുറിച്ച് പഠിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കിയില്ലേ. അപ്പോൾ അടുത്ത രാഷ്ട്രപതി ആരാണ്? നമ്മളൊരു പാട്ട് പഠിച്ചിട്ടില്ലേ, ഏതാണ്? രാജു രാധേ സഖി ഗിരി ഫക്രു നീലൻ ഖ്യാനി വ്യസനകല പ്രദീപ് പ്രണവേറാം. അപ്പൊ രാജു രാധേ സഖി ഗിരി ആദ്യത്തെ വ്യക്തികൾ ആരൊക്കെയാണ്? രാജു രാജേന്ദ്ര പ്രസാദ്, രാധേ രാധാകൃഷ്ണൻ, സഖി സഖി ഹുസൈൻ, ഗിരി വി ഗിരി. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1962 മുതൽ 67 വരെയാണ്. 62 മുതൽ 67 വരെയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ രാഷ്ട്രപതി പദവിയിൽ ഇരുന്നിട്ടുള്ളത്. അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം മദ്രാസ് ആണ്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇപ്പൊ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ്? PV നരസിംഹറാവു ആണ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി. ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഓക്കെ, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. ആരുടെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്? ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെയാണ്. ഏതാണ് ദിവസം? സെപ്റ്റംബർ 5. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നു. അദ്ദേഹം എന്തൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നത്? രാജ്യസഭയുടെ പിതാവ്, ബാല്യസാഹിത്യകാരൻ, തത്വചിന്തകനായ രാഷ്ട്രപതി എന്നിങ്ങനെ അറിയപ്പെടുന്നു. രാജ്യസഭയുടെ പിതാവ്. രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹം രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. രാജ്യസഭയുടെ പിതാവ്. തത്വചിന്തകനായ രാഷ്ട്രപതി, ഫിലോസഫർ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ബാല്യസാഹിത്യകാരൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി. അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നു. ബാല്യസാഹിത്യകാരൻ, തത്വചിന്തകനായ രാഷ്ട്രപതി, രാജ്യസഭയുടെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡ്സ്: കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ഭാരതരത്നം ഭരണഘടനാ പദവിയിലേക്ക് ലഭിച്ച വ്യക്തി. ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. രണ്ടാമത്തെ വ്യക്തി നെഹ്റു എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം ലഭിച്ച വ്യക്തി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആദ്യമായിട്ട് ഭാരതരത്നം ആർക്കൊക്കെയാണ്? CV രാമൻ, C രാജഗോപാലാചാരി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1954. അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ഭാരതരത്നം 1954 ലഭിച്ചു. ഒരു പുരസ്കാരം കൂടിയുണ്ട് പ്രധാനപ്പെട്ടത്. ടെമ്പിൾട്ടൺ പുരസ്കാരം നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ. ടെമ്പിൾട്ടൺ പുരസ്കാരം സയൻസ് ആൻഡ് റിലിജൻ ആ ഒരു മേഖലയിലേക്ക് കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ്. അത് ആദ്യമായിട്ട് ലഭിച്ചത് മദർ തെരേസയ്ക്കാണ്. രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ഭാരതരത്നം 1954 ലഭിച്ചു. എന്താണ്? ടെമ്പിൾട്ടൺ പുരസ്കാരം നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? മദർ തെരേസയ്ക്കാണ്. നെക്സ്റ്റ്, ആന്ധ്ര ബനാറസ് യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ 1962 ഒക്ടോബർ 26 ഇന്ത്യ ചൈന യുദ്ധം നിമിത്തമായിരുന്നു. അപ്പൊ 1962 ഒക്ടോബർ 26 ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഓക്കെ, 1962 ഒക്ടോബർ 26 ഇന്ത്യ ചൈന യുദ്ധം നിമിത്തം ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അപ്പൊ രാഷ്ട്രപതി സ്ഥാനത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്ത്യയുടെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി. അടുത്തത് എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നു. രാജ്യസഭയുടെ പിതാവ്, ബാല്യസാഹിത്യകാരൻ. അടുത്തത് എന്താ പറഞ്ഞത്? തത്വചിന്തകനായ രാഷ്ട്രപതി എന്നിങ്ങനെ അറിയപ്പെടുന്നു. അദ്ദേഹത്തിന് കിട്ടിയ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ്? ഭാരതരത്നം 1954, കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ, ടെമ്പിൾട്ടൺ പുരസ്കാരം നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ. ആന്ധ്ര ബനാറസ് യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യ ചൈന യുദ്ധ നിമിത്തം 1962 ഒക്ടോബർ 26 ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായിരുന്നു. എതിരില്ലാതെ ഉപരാഷ്ട്രപതി
പദവിയിലെത്തിയ വ്യക്തിയാണ്. ഇതില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ്. അപ്പൊ ആദ്യ ഉപരാഷ്ട്രപതിയാണ്, എതിരില്ലാതെയാണ് ഉപരാഷ്ട്രപതി പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഓക്കെ, അപ്പൊ ആദ്യ ഉപരാഷ്ട്രപതി, എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു, ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്. അതോടൊപ്പം തന്നെ ഒരു വ്യൂ ഓഫ് ലൈഫ് ഇവിടെ ഉണ്ട്, ആൻ ഐഡിയലിസ്റ്റ് വ്യൂ ഓഫ് ലൈഫ്. ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ആൻ ഐഡിയലിസ്റ്റ് വ്യൂ ഓഫ് ലൈഫ്, ഇന്ത്യൻ ഫിലോസഫി, ഫിലോസഫർ പ്രസിഡന്റ് അല്ലേ, തത്വചിന്തകനായ രാഷ്ട്രപതി, ഇന്ത്യൻ ഫിലോസഫി, ദ പ്രിൻസിപ്പൽ ഉപനിഷത്ത് എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. എന്തൊക്കെയാണ്? ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ആൻ ഐഡിയലിസ്റ്റ് വ്യൂ ഓഫ് ലൈഫ്, ഇന്ത്യൻ ഫിലോസഫി, ദ പ്രിൻസിപ്പൽ ഉപനിഷത്ത് എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. ഇപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ്, തത്വചിന്തകനായ രാഷ്ട്രപതിയാണ്, രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നു, ബാല്യ സാഹിത്യകാരൻ എന്നും അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നു. ആന്ധ്ര ബനാറസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഇതിലാദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഭാരതരത്നം ഭരണഘടനാ പദവിയിലേക്ക് ലഭിച്ചു. 1954 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. ടെമ്പിൾട്ടൺ പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യനാണ്. അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായിരുന്നു. ഇതില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ആൻ ഐഡിയലിസ്റ്റ് വ്യൂ ഓഫ് ലൈഫ്, ദ പ്രിൻസിപ്പൽ ഉപനിഷത്ത്, ഇന്ത്യൻ ഫിലോസഫി. അദ്ദേഹമാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇത്രയും പോയിന്റുകൾ ഫോളോ ചെയ്തു എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത രാഷ്ട്രപതിയിലേക്ക് പോകാം. സക്കീർ ഹുസൈൻ, രാജുരാധെ സഖിഗിരി. ആ പേരുകൾ കേൾക്കാം, ആ പേരിൽ തന്നെ ഉണ്ട് 2 പോയിന്റ്. അദ്ദേഹത്തെ ഒരു പോയിന്റ് പഠിച്ചാൽ തൊട്ടപ്പുറത്ത് ഓട്ടോമാറ്റിക്കലി കിട്ടും. രാജേന്ദ്ര പ്രസാദ് രാധാകൃഷ്ണൻ സക്കീർ ഹുസൈൻ, മൂന്നാമത്തെ ആളല്ലേ. മൂന്നാമത്തെ ആളുടെ നെയ്യം നോക്കിയ ഒരു മുസ്ലിം നെയ്മാണ്. ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ. 1967 മുതൽ 69 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. 67 മുതൽ 69 വരെ. രണ്ടാമത്തെ വൈസ് പ്രസിഡന്റ് ആണ്. ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, രണ്ടാമത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു കേട്ടോ സക്കീർ ഹുസൈൻ. ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ. ആദ്യ മുസ്ലിം രാഷ്ട്രപതിയാണ് പദവിയിലേക്ക് അന്തരിച്ച ആദ്യ രാഷ്ട്രപതി. ഇനി നമുക്ക് രണ്ടാമതൊരു മുസ്ലിം രാഷ്ട്രപതിയെ കുറിച്ച് പഠിക്കും. അദ്ദേഹമാണ് പദവിയിലേക്ക് അന്തരിച്ച രണ്ടാമത്തെ രാഷ്ട്രപതി. അപ്പൊ പദവിയിലേക്ക് അന്തരിച്ച 2 രാഷ്ട്രപതിമാർ, ആദ്യത്തെ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ആണ്, രണ്ടാമത്തെ സെക്കൻഡ് മുസ്ലിം പ്രസിഡന്റ് ആണ്. അപ്പൊ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരാണ്? സക്കീർ ഹുസൈൻ. അദ്ദേഹമാണ് പദവിയിലേക്ക് അന്തരിച്ച ആദ്യത്തെ രാഷ്ട്രപതി. അദ്ദേഹത്തിന്റെ കാലഘട്ടം നോക്കി 67 മുതൽ 69 വരെ 2 വർഷമേ ഉള്ളൂ. ഏറ്റവും കുറച്ചു കാലം ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന വ്യക്തി സക്കീർ ഹുസൈൻ ആണ്. അപ്പൊ ആദ്യം മുസ്ലിം, ഏറ്റവും കുറച്ചു കാലമേ സേവനം അനുഷ്ഠിച്ചുള്ളൂ. അദ്ദേഹം പദവിയിലേക്ക് അന്തരിച്ചു. ഓക്കെ, സെക്കൻഡ് വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹം. ബീഹാർ ഗവർണർ, രാജ്യസഭ, ഒരു സംസ്ഥാന ഗവർണർ, രാജ്യസഭാംഗം എന്നീ പദവികൾക്ക് ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് സക്കീർ ഹുസൈൻ. ഒരു സംസ്ഥാന ഗവർണർ, ഏത് സംസ്ഥാനത്തെയായിരുന്നു? ബീഹാറിലത്തെ. രാജ്യസഭാംഗം എന്നീ പദവികൾക്ക് ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് സക്കീർ ഹുസൈൻ. ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് പ്ലേറ്റോ എഴുതിയ റിപ്പബ്ലിക് എന്ന കൃതി ഉറുദു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത്. പ്ലേറ്റോ എഴുതിയ റിപ്പബ്ലിക് എന്ന കൃതി ഉറുദു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഇന്ത്യൻ രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈൻ സെക്കൻഡ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. 67 മുതൽ 69 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. അദ്ദേഹം ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ആണ്. അധികാരത്തിലേക്ക് അന്തരിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ്. ഏറ്റവും കുറച്ചു കാലം സേവനം അനുഷ്ഠിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. പ്ലേറ്റോ എഴുതിയ റിപ്പബ്ലിക് എന്ന കൃതി ഉറുദു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിയാണ് സക്കീർ ഹുസൈൻ. ഒരു സംസ്ഥാന ഗവർണർ, രാജ്യസഭാംഗം എന്നീ പദവികൾക്ക് ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ്. ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ VC ആയിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇത്രയും പോയിന്റുകൾ ക്ലിയർ ആയോ? അദ്ദേഹത്തിനെ കുറിച്ചുള്ള മറ്റു പോയിന്റുകളാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ. The Dynamic University, Capitalism, the Essays in Understanding. The Dynamic University, Capitalism, the Essays in Understanding. Blowing Hot. The Dynamic University, Capitalism, the Essays in Understanding. Blowing Hot എന്നിവയാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ. സക്കീർ ഹുസൈനെ കുറിച്ചുള്ള പോയിന്റ് നോക്കി 67 മുതൽ 69 വരെ സെക്കൻഡ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ്, പദവിയിലേക്ക് അന്തരിച്ച ആദ്യത്തെ രാഷ്ട്രപതി. അടുത്ത എന്താണ്? ഏറ്റവും കുറച്ചു കാലം ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ്. രാജ്യസഭാംഗം, ഒരു സംസ്ഥാന ഗവർണർ എന്നീ പദവികൾക്ക് ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് അദ്ദേഹം. ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ VC ആയിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന കൃതി ഉറുദു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിയാണ് സക്കീർ ഹുസൈൻ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എന്തൊക്കെയാണ്?
The Dynamic University, Capitalism and Essays in Understanding, Blowing Hot, Blowing Cold എന്നിവയാണ് സക്കീർ ഹുസൈൻ്റെ പുസ്തകങ്ങൾ. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ആൻ ഐഡിയലിസ്റ്റ് വ്യൂ ഓഫ് ലൈഫ്, ഇന്ത്യൻ ഫിലോസഫി, ദെൻ ദ പ്രിൻസിപ്പൽ ഉപനിഷത്ത്. അദ്ദേഹം ഇതിന്റെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇതിലാദ്യമാണ് വൈസ് പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ദെൻ വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തിയാണ്. ദെൻ അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ നിന്ന് ആദ്യത്തെ രാഷ്ട്രപതിയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായി സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നു. തത്വചിന്തകനായ രാഷ്ട്രപതിയാണ്. ദെൻ ബാലസാഹിത്യകാരൻ, രാജ്യസഭയുടെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. ഭാരതരത്നം 1954 ലഭിച്ചു. ടെമ്പിൾട്ടൺ പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യനാണ്. ആന്ധ്ര ബനാറസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് പോയിന്റുകൾ. അടുത്ത രാഷ്ട്രപതിമാരെ നോക്കാം. അടുത്തത് വി വി ഗിരി. അത് പറയുന്നതിനേക്കാൾ മുമ്പ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കഴിഞ്ഞ സെക്ഷനിൽ വിട്ടുപോയി. നമ്മൾ സക്കീർ ഹുസൈനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ തത്വചിന്തകനായ രാഷ്ട്രപതി എന്ന് പറഞ്ഞല്ലേ. സക്കീർ ഹുസൈൻ വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ആവുന്ന ഒരു പോയിന്റ് ആണ്. നമ്മൾ വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതിയെ കാണുമ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ പോയി ചാടിക്കയറി പോയി എഴുതും. കാരണം അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് കരുതി. പക്ഷെ അദ്ദേഹം ഫിലോസഫർ പ്രസിഡന്റ് ആണ്, എഡ്യൂക്കേഷൻ ഫിലോസഫർ അല്ല. വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതി ആരാണ്? സക്കീർ ഹുസൈൻ ആണ്. തത്വചിന്തകനായ രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. തെറ്റിക്കരുത്. വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതി സക്കീർ ഹുസൈനും തത്വചിന്തകനായ രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്തത് വി വി ഗിരി. 1969 മുതൽ 74 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം. ആക്ടിംഗ് പ്രസിഡന്റ് ആയതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് വി വി ഗിരി. ആക്ടിംഗ് പ്രസിഡന്റ് ആയതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ്. കേരള ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയും അദ്ദേഹമാണ്. അപ്പൊ ആക്ടിംഗ് പ്രസിഡന്റ് ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി, കേരള ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി, കേരള ഗവർണർ ആയതിനു ശേഷം ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി അല്ലെങ്കിൽ ഏക വ്യക്തി എന്നത് ആരാണ്? വി വി ഗിരിയാണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള പോയിന്റ്? ആക്ടിംഗ് പ്രസിഡന്റ് ആയതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായി, കേരള ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായി, കേരള ഗവർണർ ആയതിനു ശേഷം ഭാരതരത്നം ലഭിച്ചു. ഇദ്ദേഹം ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതിയാണ്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. ഈ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിന് ഒരു പ്രാധാന്യമുണ്ട്, ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ട് നേടിയാണ് അദ്ദേഹം വിജയിച്ചത്. സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ട് നേടി വിജയിച്ച രാഷ്ട്രപതി. അതായത് ഓരോ കാൻഡിഡേറ്റ്സിന്റെ പേരും എഴുതി ഒരു സ്ലിപ്പ് ഇടും. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ആർക്കാണോ സെക്കൻഡ് പ്രിഫറൻസ് ആണോ ആർക്കാണോ എന്ന് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് പ്രിഫറൻസ് നോക്കിയപ്പോൾ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് സെക്കൻഡ് പ്രിഫറൻസ് ആണ് നോക്കിയത്. സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ട് നേടി വിജയിച്ച രാഷ്ട്രപതിയാണ് ആര്? വി വി ഗിരി. ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ട് നേടി വിജയിച്ചതാണ്. അതോടൊപ്പം കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചു. ആരെ പരാജയപ്പെടുത്തിയാണ്? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന നീലം സഞ്ജീവ റെഡ്ഡിയെ പരാജയപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രപതിയായത്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള പോയിന്റുകൾ: ആക്ടിംഗ് പ്രസിഡന്റ് ആയതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ്. കേരള ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ്. കേരള ഗവർണർ ആയതിനു ശേഷം ഭാരതരത്നം ലഭിച്ച ഏക വ്യക്തിയാണ് അദ്ദേഹം. ഓക്കെ, ഇതിന്റെ എന്താ പറഞ്ഞത്? അദ്ദേഹം ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അദ്ദേഹം സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ട് നേടിയാണ് വിജയിച്ചത്. പരാജയപ്പെടുത്തിയ നീലം സഞ്ജീവ റെഡ്ഡിയെയാണ്. 1931 ലണ്ടനിൽ നടന്ന 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയിലെ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തിയാണ് വി വി ഗിരി. 1931 ലണ്ടനിൽ നടന്ന 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തിയാണ് വി വി ഗിരി. അപ്പോൾ ഈ തൊഴിലാളികളെ പ്രതിനിധീകരിച്ചല്ലേ ഇപ്പോൾ ഇത്. അപ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം പറയാം. നാഷണൽ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് നാമകരണം ചെയ്തിരിക്കുന്നത് വി വി ഗിരിയുടെ പേരാണ്. വി വി ഗിരി നാഷണൽ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. നാഷണൽ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് നാമകരണം ചെയ്തിരിക്കുന്ന ആരുടെ പേരിലാണ്? വി വി ഗിരിയുടെ പേരാണ്. 1931 ലണ്ടനിൽ നടന്ന 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയിലെ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. നാഷണൽ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹത്തിന്റെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ബംഗ്ലാദേശ് രൂപീകരണ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റാണ്. 71 അദ്ദേഹം 71 ബംഗ്ലാദേശ് രൂപീകരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ പഠിച്ചപ്പോൾ. അപ്പൊ ബംഗ്ലാദേശ് രൂപീകരണ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റാണ് വി വി ഗിരി. ചന്ദ്രനിലെ ലോഹഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശം നൽകിയ പ്രസിഡന്റാണ്. ചന്ദ്രനിലെ ലോഹഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശം നൽകിയ പ്രസിഡന്റാണ് അദ്ദേഹം. മനുഷ്യകുലത്തിന് നന്മ വരാൻ ചന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ എന്നായിരുന്നു ആ സന്ദേശം. മനുഷ്യകുലത്തിന് നന്മ വരാൻ ചന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ എന്ന സന്ദേശം നൽകിയ പ്രസിഡന്റാണ് വി വി ഗിരി. അദ്ദേഹമാണ് ബംഗ്ലാദേശ് രൂപീകരണ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ്. 1971 ഡിസംബർ 3 2ാം
ദേശീയ അടിയന്തരാവസ്ഥ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കാരണം രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ് പി വി ഗിരി. 1971 ഡിസംബർ 3 ഇന്ത്യയിൽ രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതാരാണ്? പി വി ഗിരിയാണ്. 71 ഡിസംബർ 3. ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 62 ഒക്ടോബർ 26. 71 ഡിസംബർ 3 രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പി വി ഗിരി പ്രഖ്യാപിച്ചു. ഇത്രയും കാര്യങ്ങൾ നോക്കാൻ നമുക്ക്. അതിനു മുമ്പ് വിദ്യാഭ്യാസ തത്വചിന്തകനാണ് സക്കീർ ഹുസൈനാണ്, വിട്ടുപോകരുത് കേട്ടോ. ബി വി ഗിരി 69 മുതൽ 74 വരെ ഏക്കിംഗ് പ്രസിഡന്റ് ആയതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായി. കേരള ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായി. കേരള ഗവർണർ ആയതിനു ശേഷം ഭാരതരത്ന ലഭിച്ചു. ഓക്കെ, ഇത്രയും കിട്ടിയില്ല. ഇനി അദ്ദേഹം എന്താണ്? ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതിയാണ്. എങ്ങനെയാണ് വിജയിച്ചത്? സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ട് നേടിയാണ് വിജയിച്ചത്. അദ്ദേഹം ആരെയാണ് പരാജയപ്പെടുത്തിയത്? അദ്ദേഹം പരാജയപ്പെടുത്തിയത് നീലം സഞ്ജീവ റെഡ്ഡിയെയാണ്. ഇനി എന്ത് പറഞ്ഞു? 1931 ലണ്ടനിൽ നടന്ന രണ്ടാം വട്ട മേശ സമ്മേളനത്തിൽ ഇന്ത്യയിലെ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തിയാണ്. ഇനി എന്ത് പറഞ്ഞു അദ്ദേഹത്തെ കുറിച്ചിട്ട്? അദ്ദേഹത്തിന്റെ പേരിലാണ് നാഷണൽ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് നാമകരണം ചെയ്തിരിക്കുന്നത്. ബംഗ്ലാദേശ് രൂപീകരണ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ചന്ദ്രനിലെ ലോഹഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശം നൽകിയ പ്രസിഡന്റാണ് അദ്ദേഹം. ഇന്ത്യയിൽ രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നോക്കാം. അദ്ദേഹം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട, തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. നാഷണൽ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്നെ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. അപ്പൊ തൊഴിലുമായി ബന്ധപ്പെട്ട കുറച്ച് പേരുകളുണ്ട്. ജോബ്, ജോലിയല്ല, ജോബ് ഫോർ ദ മില്യൺസ്, ജോബ് ഫോർ ദ മില്യൺസ്. പിന്നെ ജോലിയും ഇൻഡസ്ട്രി ഒക്കെ ആയിട്ട് ബന്ധമില്ല. ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ജോബ് ഫോർ ദ മില്യൺസ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ലേബർ പ്രോബ്ലംസ് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി, ലേബർ പ്രോബ്ലംസ് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി, ജോബ് ഫോർ ദ മില്യൺസ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ലേബർ പ്രോബ്ലംസ് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി. ലേബർ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ എടുക്കാൻ നമുക്ക് പഠിക്കാൻ ഓർമ്മയുണ്ടാകാനായിട്ടോ. ജോബ് ഫോർ ദ മില്യൺസ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ലേബർ പ്രോബ്ലംസ് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി, മൈ ലൈഫ് ആൻഡ് ടൈംസ്, വോയിസ് ഓഫ് കോൺഷ്യൻസ് എന്നീ പുസ്തകങ്ങൾ എഴുതിയ വ്യക്തിയാണ് പി വി ഗിരി. ജോബ് ഫോർ ദ മില്യൺസ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ലേബർ പ്രോബ്ലംസ് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി, മൈ ലൈഫ് ആൻഡ് ടൈംസ് ആൻഡ് വോയിസ് ഓഫ് കോൺഷ്യൻസ് എന്ന പുസ്തകങ്ങൾ എഴുതിയ വ്യക്തിയാണ് പി വി ഗിരി. നമുക്ക് അടുത്ത പ്രസിഡന്റ് ആരാന്ന് നോക്കാം. രാജീവ് രാധെ സഖി ഗിരി അല്ലേ? രാജീവ് രാധെ സഖി ഗിരി. ഫക്രുദ്ദീൻ ഖ്യാനി. നെക്സ്റ്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് 1974 മുതൽ 77 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം. അപ്പോൾ പേരുകളൊക്കെ രാജേന്ദ്ര പ്രസാദ്, രാധാകൃഷ്ണൻ, സക്കീർ ഹുസൈൻ, ബി വി ഗിരി, ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അപ്പോൾ ഫസ്റ്റ് മുസ്ലിം, സെക്കൻഡ് മുസ്ലിമിനെ ആൾക്കാരെ പിടികിട്ടിയല്ലോ. ഫസ്റ്റ് മുസ്ലിം ആരാണ്? സക്കീർ ഹുസൈൻ. രണ്ടാമത്തെ മുസ്ലിമാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 74 മുതൽ 77 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടാമത്തെ മുസ്ലിമാണ് പദവിയിലിരിക്കാൻ ധരിച്ച രണ്ടാമത്തെ രാഷ്ട്രപതി. പദവിയിലിരിക്കാൻ ധരിച്ച ആദ്യ രാഷ്ട്രപതി സക്കീർ ഹുസൈനും രണ്ടാമത് ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. അദ്ദേഹം അറിയപ്പെടുന്ന പേരുണ്ട്, നിർഭാഗ്യവാനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നു. നിർഭാഗ്യവാനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അദ്ദേഹം നിർഭാഗ്യവാനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഇവിടെ ഫസ്റ്റ് അടിയന്തരാവസ്ഥ ആരെ പ്രഖ്യാപിച്ച? എസ് രാധാകൃഷ്ണൻ. രണ്ടാം അടിയന്തരാവസ്ഥ ആരാണ്? പി വി ഗിരി. തേർഡ് എമർജൻസി, അതായത് ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ, ഇവിടുത്തെ ആഭ്യന്തര കാരണങ്ങളാൽ കൊണ്ടാണ് ഇവിടെ അടിയന്തരാവസ്ഥ 75 പ്രഖ്യാപിച്ചത്. ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 ജൂൺ 25 ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ഇതിൽ മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. 75 ജൂൺ 25. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ആദ്യ ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏത് വർഷമാണ്? 75 ജൂൺ 25 പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അപ്പോൾ ആ അടിയന്തരാവസ്ഥയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ് 75. അപ്പൊ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും അദ്ദേഹത്തിന് അല്ലേ? അപ്പോൾ നമുക്ക് ആ പഴി നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ, നിർഭാഗ്യവാന്റെ പേരിൽ അതെടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ഒരുപാട് വളരെ എന്താ പറയാ പ്രോബ്ലംസ് ഉണ്ടായിരുന്ന സമയമാണ് ആ 75 പീരീഡ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ഒരുപാട് നിരപരാധികളെ കുറിച്ച് ജയിലിലടക്കി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിരുന്ന രാഷ്ട്രപതിയാണെന്ന് അങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നിർഭാഗ്യവാനായ രാഷ്ട്രപതി ആരാണെന്ന് കിട്ടും. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച രാഷ്ട്രപതി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, റെഡി 1 2 3 എന്ന് പറഞ്ഞിട്ടാണ് രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. നമുക്ക് പഠിച്ച പോയിന്റ് ആണ്. നോക്കി, ഫക്രുദ്ദീൻ അലി അഹമ്മദ് 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ്. നിർഭാഗ്യവാനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നു. അദ്ദേഹമാണ് ഇന്ത്യയുടെ മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. രണ്ടാമത്തെ മുസ്ലിം രാഷ്ട്രപതിയാണ് അധികാരത്തിലിരിക്കാൻ ധരിച്ച രണ്ടാമത്തെ രാഷ്ട്രപതി. ആദ്യത്തെ ആരാണ്? സക്കീർ ഹുസൈനാണ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള മെഡിക്കൽ കോളേജ് അസമിലെ ബാർപേട്ടയിലാണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് മെഡിക്കൽ കോളേജിന്റെ ആസ്ഥാനം ബാർപേട്ട ഇൻ അസം. ഓക്കെ, ഫക്രുദ്ദീൻ അലി അഹമ്മദ് 74 മുതൽ 77 വരെ
20-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. സെക്കൻഡ് മുസ്ലിം പദവിയിലേക്ക് അന്തരിച്ച രണ്ടാമത്തെ രാഷ്ട്രപതി. എന്ത് പേരിൽ അറിയപ്പെടുന്നു? നിർഭാഗ്യവാനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നു. എന്തായിരിക്കും കാരണം? 75 ജൂൺ 25-ന് മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എന്താണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ആ സമയത്ത് ഒരുപാട് പാർലമെന്റ് സമ്മേളിക്കാത്ത സമയത്ത് അടിയന്തരാവസ്ഥ അല്ലേ, ആ സമയത്ത് കുറെ ഓർഡിനൻസ് പുറപ്പെടുവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് എടുക്കാം. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച രാഷ്ട്രപതി ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഓർഡിനൻസ് 1 2 3 കേട്ടോ. ഫക്രുദ്ദീൻ അലി അഹമ്മദ് മെഡിക്കൽ കോളേജിന്റെ ആസ്ഥാനം ബാർപേട്ട. അസമിലെ ബാർപേട്ടയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് മെഡിക്കൽ കോളേജിന്റെ ആസ്ഥാനം. നമുക്ക് നോക്കാം വി വി ഗിരിയെ കുറിച്ചിട്ടും ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കുറിച്ചും. വി വി ഗിരി അതിന് മുൻപ് സക്കീർ ഹുസൈനെ കുറിച്ച് വിദ്യാഭ്യാസ തത്വചിന്തകൻ മറക്കരുത്. 69 മുതൽ 74 വരെ ആക്ടിംഗ് പ്രസിഡന്റ് ആയതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതി. അടുത്തത് എന്താണ്? കേരള ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതി. കേരള ഗവർണർ ആയതിനു ശേഷം ഭാരതരത്ന ലഭിച്ച ഏക വ്യക്തിയാണ് അദ്ദേഹം. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ്? ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? വി വി ഗിരി. സെക്കൻഡ് പ്രിഫറൻസിൽ വോട്ട് നേടിയാണ് അദ്ദേഹം വിജയിച്ചത്. എന്താണ്? ആരെയാണ് പരാജയപ്പെടുത്തിയത്? നീലം സഞ്ജീവ റെഡ്ഡിയെയാണ് പരാജയപ്പെടുത്തിയത്. ആ പേര് നമുക്ക് ഓർമ്മ വേണേ, നീലം സഞ്ജീവ റെഡ്ഡി. 1931 ലണ്ടനിൽ നടന്ന 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയിലെ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് നാഷണൽ ലാബർ ഇൻസ്റ്റിറ്റ്യൂട്ട് നാമകരണം ചെയ്തിരിക്കുന്നത്. ബംഗ്ലാദേശ് രൂപീകരണ സമിതി ഇന്ത്യൻ പ്രസിഡന്റാണ് അദ്ദേഹമാണ് 2ാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? അതിനു മുമ്പ് ചന്ദ്രനിലെ ലോഹഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശം നൽകിയ പ്രസിഡന്റാണ് വി വി ഗിരി. ജോബ് ഫോർ ദ മില്യൺസ്, ഇൻഡസ്ട്രിയൽ റിലേഷൻ, ലേബർ പ്രോബ്ലംസ് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി, മൈ ലൈഫ് ആൻഡ് ടൈംസ്, വോയിസ് ഓഫ് കോൺഷ്യൻസ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ. ഫക്രുദ്ദീൻ അലി അഹമ്മദ് 74 മുതൽ 77 വരെയാണ്. 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. നിർഭാഗ്യവാനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ചിട്ടുള്ള വ്യക്തിയാണ്. 1975 ജൂൺ 25 മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ് അദ്ദേഹം. രണ്ടാമത്തെ മുസ്ലിം രാഷ്ട്രപതി, പദവിയിലേക്ക് അന്തരിച്ച രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് അദ്ദേഹം. ഫക്രുദ്ദീൻ അലി അഹമ്മദ് മെഡിക്കൽ കോളേജിന്റെ ആസ്ഥാനം എവിടെയാണ്? അസമിലെ ബാർപേട്ട. അപ്പൊ ഇത്രയും പോയിന്റുകൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി അടുത്ത സെഷനിൽ കാണാം.